കർണാടക രാഷ്ട്രീയത്തിൽ ചരിത്രപരമായ ഒരു വിവാദം വീണ്ടും കത്തുകയാണ്. ഇത്തവണത്തെ ചർച്ചാ വിഷയം പ്രശസ്തമായ കൃഷ്ണരാജ സാഗർ അണക്കെട്ടിന്റെ നിർമ്മാണമാണ്. മൈസൂരു ജില്ലാ ചുമതലയുള്ള മന്ത്രി എച്ച്.സി. മഹാദേവപ്പയുടെ പുതിയ പ്രസ്താവനയാണ് ഈ വിവാദത്തിന് തിരികൊളുത്തിയത്. KRS അണക്കെട്ടിന് തറക്കല്ലിട്ടത് ടിപ്പു സുൽത്താനാണെന്ന മന്ത്രിയുടെ പരാമർശം ചരിത്രകാരന്മാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഇടയിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു. ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ചരിത്രത്തെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെക്കുറിച്ചും പറയേണ്ടിയിരിക്കുന്നു. ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കവെയാണ് മന്ത്രി മഹാദേവപ്പയുടെ വിവാദ പരാമർശം. നിങ്ങൾ KRS അണക്കെട്ടിലേക്ക് പോയാൽ അതിനാദ്യമായി കല്ലിട്ടത് ടിപ്പു സുൽത്താൻ ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ അത് പറയാൻ ആർക്കും ധൈര്യമില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഡോക്ടർ BR അംബേദ്കറിന്റെ ചരിത്രം അറിയാത്തവർക്ക് ചരിത്രം സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ ചില ഭാഗങ്ങൾ ബോധപൂർവം തമസ്കരിക്കപ്പെടുന്നതിനെ കുറിച്ചുള്ള സൂചനയും അദ്ദേഹം നൽകി. മന്ത്രിയുടെ പ്രസ്താവന ടിപ്പു സുൽത്താന്റെ ഭരണകാലത്തെ മറ്റു പുരോഗമനപരമായ നയങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളോടൊപ്പമായിരുന്നു. ടിപ്പുവിന്റെ മതസഹിഷ്ണുതയെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം ശ്രീരംഗപട്ടണത്തിൽ ഒരു വശത്ത് പള്ളിയും മറുവശത്ത് ക്ഷേത്രവും നിലനിന്നതിനെ ചൂണ്ടിക്കാട്ടി ദേവദാസി സമ്പ്രദായം നിരോധിച്ചതും ഭൂപരിഷ്കരണം നടപ്പാക്കിയതും ടിപ്പുവിന്റെ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് ഉദാഹരണമായി മന്ത്രി എടുത്തു പറഞ്ഞു. ഈ പ്രസ്താവനകളുടെ എല്ലാം ലക്ഷ്യം ടിപ്പു സുൽത്താനെ ഒരു പുരോഗമനവാദിയായി ചിത്രീകരിക്കുകയും അതേസമയം KRS അണക്കെട്ടിന്റെ ചരിത്രപരമായ നിർമ്മാണത്തിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് സ്ഥാപിക്കുകയുമായിരുന്നു. മന്ത്രിയുടെ പ്രസ്താവനയോട് ചരിത്രകാരന്മാരും പൈതൃക വിദഗ്ധരും ശക്തമായി പ്രതികരിച്ചു. ടിപ്പു സുൽത്താൻ ഈ പ്രദേശത്ത് ഒരു അണക്കെട്ട് നിർമ്മിക്കാനുള്ള കാഴ്ചപ്പാട് ഉണ്ടായിരുന്നതായി സൂചിപ്പിക്കുന്ന ചില ചരിത്രരേഖകൾ നിലവിലുണ്ടെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അത് ഇന്നത്തെ KRS അണക്കെട്ടാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ലഭ്യമല്ല. ചരിത്രപരമായി കൃഷ്ണരാജ സാഗർ അണക്കെട്ടിന്റെ നിർമ്മാണം 20-ാം നൂറ്റാണ്ടിലാണ് ആരംഭിച്ചത്. മൈസൂരു മഹാരാജാവ് നൽവാടി കൃഷ്ണരാജ വാഡിയാറുടെ നേതൃത്വത്തിൽ സർ M. വിശ്വേശ്വരയ്യ എന്ന എഞ്ചിനീയറിംഗ് പ്രതിഭയുടെ മേൽനോട്ടത്തിലാണ് അണക്കെട്ട് പൂർത്തിയാക്കിയത്. അതിനാൽ ടിപ്പു സുൽത്താൻ ഈ അണക്കെട്ടിന് തറക്കല്ലിട്ടുവെന്ന അവകാശവാദം ചരിത്രപരമായി തെറ്റാണെന്ന് അവർ വാദിക്കുന്നു. ചരിത്രപരമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ അണക്കെട്ടിന്റെ സ്ഥാനത്ത് പഴയകാലത്തൊരു ചെറിയ മണൽ അണക്കെട്ട് ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നുണ്ട്. ഇത് ടിപ്പുവിന്റെ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണോ അതോ അതിനും മുൻപുള്ളതാണോ എന്നതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകളില്ല. എന്നിരുന്നാലും ഇന്നത്തെ KRS അണക്കെട്ടിന്റെ കൂറ്റൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് നടന്നതെന്നും അത് ടിപ്പുവിന്റെ കാലഘട്ടത്തിൽ സാധ്യമായിരുന്നില്ലെന്നും ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ പ്രസ്താവനകൾ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി ചരിത്രത്തെ വളച്ചൊടിക്കാനുള്ള ശ്രമമാണെന്നും അവർ ആരോപിക്കുന്നു. പാർലമെന്റ് അംഗവും മൈസൂരു രാജകുടുംബാംഗവുമായ യദുവീർ കൃഷ്ണദത്ത ചാമരാജ വാഡിയാർ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ പ്രതികരണമാണ് നൽകിയത്. മന്ത്രിയുടെ വാദത്തെ അദ്ദേഹം പരിഹാസ്യമെന്നും തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്കായി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമെന്നും വിശേഷിപ്പിച്ചു. KRS അണക്കെട്ടിന് തറക്കല്ലിട്ടത് ടിപ്പു സുൽത്താൻ ആണെന്ന് പറയുന്നതിന് ഒരു തെളിവും ലഭ്യമല്ല. യഥാർത്ഥത്തിൽ ആരാണ് അണക്കെട്ട് നിർമ്മിച്ചതെന്ന് എല്ലാവർക്കും അറിയാമെന്നും യദുവീർ പറഞ്ഞു. മന്ത്രി മഹാദേവപ്പയുടെ ഈ പ്രസ്താവന ഒരു രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് യദുവീർ ആരോപിക്കുന്നുണ്ട്. വാഡിയാർ രാജകുടുംബത്തെ തഴഞ്ഞ് ടിപ്പു സുൽത്താനെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമായി അദ്ദേഹം ഇതിനെ കാണുന്നു. ടിപ്പുവിനെ മതസഹിഷ്ണുതയെക്കുറിച്ചുള്ള മന്ത്രിയുടെ പരാമർശങ്ങളെയും യദുവീർ ചോദ്യം ചെയ്തു. ടിപ്പുവിന്റെ ഭരണകാലത്ത് നിരവധി ക്ഷേത്രങ്ങൾ നശിപ്പിക്കപ്പെട്ടതായി രേഖകളുണ്ടെന്നും ശ്രീരംഗപട്ടണം, നഞ്ചൻഗുഡ് തുടങ്ങിയ ഏതാനും ചില ക്ഷേത്രങ്ങൾക്ക് മാത്രമേ പ്രവർത്തനാനുമതി നൽകിയിരുന്നുള്ളൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിലുള്ള തർക്കം വ്യക്തിപരമായ ആക്രമണങ്ങളിലേക്ക് കടന്നുവന്നതും ശ്രദ്ധേയമാണ്. ഈ വിവാദം വാഡിയാർ പാരമ്പര്യത്തെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ ചർച്ചകളുടെ ഒരു തുടർച്ച മാത്രമാണ്. അടുത്തിടെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ മകനും കോൺഗ്രസ് MLCയുമായ യതീന്ദ്ര തന്റെ പിതാവിന്റെ ഭരണ നേട്ടങ്ങളെ നൽവാടി കൃഷ്ണരാജ വാഡിയാറുടെ നേട്ടങ്ങളുമായി താരതമ്യം ചെയ്തതിന് വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്നു. കർണാടക രാഷ്ട്രീയത്തിൽ പലപ്പോഴും പ്രാദേശിക ചരിത്രവും പാരമ്പര്യവും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടാറുണ്ട്. ഈ പുതിയ വിവാദവും അതിന്റെ ഒരു ഭാഗമാണെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ടിപ്പു സുൽത്താൻ ഒരു മതഭ്രാന്തനായ ഭരണാധികാരി ആയിരുന്നോ അതോ പുരോഗമനവാദിയായിരുന്നോ എന്ന ചർച്ചകൾ കർണാടകയിൽ പതിറ്റാണ്ടുകളായി തുടരുന്നുണ്ട്. BJP ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനകൾ അദ്ദേഹത്തെ ഒരു മതവിരോധിയായി ചിത്രീകരിക്കുമ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ചില കക്ഷികൾ അദ്ദേഹത്തെ മതേതരത്വത്തിന്റെയും പുരോഗമനത്തിന്റെയും പ്രതീകമായി കാണാൻ ശ്രമിക്കുന്നു. ഈ രാഷ്ട്രീയ ചേരിതിരിവുകൾക്കിടയിൽ ടിപ്പു സുൽത്താന്റെ ചരിത്രം പലപ്പോഴും രാഷ്ട്രീയ താല്പര്യങ്ങൾക്കായി വളച്ചൊടിക്കപ്പെടുന്നുണ്ട്. കൃഷ്ണരാജ സാഗർ അണക്കെട്ടിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. മന്ത്രി മഹാദേവപ്പയുടെ പ്രസ്താവനയും അതിനെ തുടർന്നുള്ള വിവാദങ്ങളും ചരിത്രം രാഷ്ട്രീയ ആയുധമാക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുമെന്നതിന്റെ ഉദാഹരണമാണ്. യഥാർത്ഥ ചരിത്രപരമായ തെളിവുകൾക്ക് പകരം രാഷ്ട്രീയപരമായ പ്രസ്താവനകൾക്ക് മുൻഗണന നൽകുമ്പോൾ അത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും കാരണമാകും.
KRS അണക്കെട്ടിന്റെ നിർമ്മാണം മൈസൂരു മഹാരാജാക്കന്മാരുടെ സംഭാവനയാണെന്നത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. എന്നിരുന്നാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയപരമായ വാദപ്രതിവാദങ്ങൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന് പ്രതീക്ഷിക്കാം. കർണാടക രാഷ്ട്രീയത്തിലെ ചരിത്രപരമായ തർക്കങ്ങളുടെ പട്ടികയിൽ ഈ വിവാദവും ഒരു പുതിയ ഏടായി മാറിക്കഴിഞ്ഞു.